വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്കു കണ്ണു ചിമ്മുമീ വഴിയിലെന്തു നമ്മൾ പാടണം. YLF സെക്കൻഡ് എഡിഷനാണ്. കഴിഞ്ഞ YLFിലും മുഴുവൻ സമയം ഇവിടുത്തെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ചെറുപ്പക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, യുവജനങ്ങൾ വരുന്നുണ്ട്. രാത്രിയും പകലും ഫോർട്ട് കൊച്ചിയെ പൂർണ്ണമായിട്ടും കളർഫുള്ളാക്കി ചർച്ചകളുണ്ട്, പരിപാടികളുണ്ട്, നൃത്തമുണ്ട്, പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ട്. എല്ലാം വളരെ നല്ല രൂപത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെല്ലാവരും കൊല്ലത്തുനിന്നാണ്. കൊല്ലം നിന്നും യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പം കേരളത്തിലെ ചെറുപ്പമെല്ലാം ഇപ്പം ഈ ഒരു ദിവസങ്ങൾ നോക്കി ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. നല്ല പാനലാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായിരുന്നത്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായ ആളുകളാണ് ഈ ചർച്ചയിലെല്ലാം നേതൃത്വം കൊടുത്തത്. വളരെ വലിയ അനുഭവമാണ് ചെറുപ്പത്തെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടായത്. യുവത്വത്തിൻ്റെ ഒരു സർഗോത്സവമായി തന്നെ YLF മാറിയ ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. വേദി 2 ആദ്യം നടന്നുകൊണ്ടിരുന്നത് ഈ മാധ്യമ പ്രവർത്തനവും അതിൻ്റെ സത്യസന്ധമായ പ്രവർത്തനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ തുടർന്ന് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സിനിമയെക്കുറിച്ചാണ്. എന്താണ് അത്തരത്തിലേക്ക് വടക്കു നിന്നും ഉള്ള സിനിമയുടെ യാത്ര എന്നാണ്. അന്നേരം ഒരേ വേദിയിൽ തന്നെ വൈവിധ്യങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് എല്ലാ വിഭാഗങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു എന്ന് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഇപ്പം കേരളത്തിലെ തന്നെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റുകൾ വിവിധങ്ങളായി നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് YLF വ്യത്യസ്തമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നുമാണ് കടന്നു വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നു, അവിടെ നിന്നും താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് വരുന്നു, അവിടെ നിന്ന് ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്നു. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിപുലമായി നടത്തുവാൻ കഴിയുന്നത് ഒരുപക്ഷെ യുവതാരയ്ക്കായിരിക്കും, DYFIക്കായിരിക്കും എന്നുള്ള ഒരു വലിയ സന്തോഷവും ഒരു അഭിമാനവും ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ബോധവീണ കമ്പി പൊട്ടിയോൻ മന്ദിടം കാൽ വലം കാലേറ്റു വാങ്ങിയൊരു വരരുചി പുത്രന്റെ പിൻപറ്റിയോൻ. ക്യാമ്പയിനുകളുണ്ട്, നല്ല സംവാദങ്ങളുണ്ട്, ഇതുപോലെ കലാകായിക എല്ലാം നല്ല കോർത്തിണങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ യുവജനങ്ങൾക്കും യുവാക്കൾക്കെല്ലാം ഒരു വേദികൾ, ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ വരേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെ DYFI പോലുള്ള സംഘടന ഏറ്റെടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു തകരുന്നുവോ.